നമസ്കാരം, ഏവർക്കും PSC ചലഞ്ചറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സിൽ ഒരു മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2021 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില റാങ്കിങ്സും അവയിൽ ഇന്ത്യയുടെ സ്ഥാനവും ഒന്നാം സ്ഥാനത്തെ രാജ്യവും ഇവ പഠിച്ചാൽ നമുക്ക് എല്ലാ പരീക്ഷയ്ക്കും ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ഉറപ്പിക്കാൻ സാധിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ഒരുപാട് റാങ്കിങ്ങുകളുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 റാങ്കിങ്ങുകളാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ റയറായിട്ട് ചില ഏജൻസികൾ നടത്തുന്ന റാങ്കിങ്ങുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന 99% ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ വളരെ റയറായിട്ടാണ് ചില റാങ്കിങ്ങൾ അല്ലാതെ ചോദിക്കാറുള്ളത്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കുകയും ചെയ്യും. അപ്പൊ കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്ത് പഠിച്ചാൽ മതി. ഇവിടുന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഓർഡറിലാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവിടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കറണ്ട് അഫയേഴ്സിലെ പഴയ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ച് പദവികളൊക്കെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞ നമ്മളൊരു 6 മാസം മുമ്പ് ചെയ്ത പദവി ആയിരിക്കത്തില്ല ഇപ്പോൾ ഉള്ളത്. ചില വ്യക്തികളൊക്കെ മാറിയേക്കാം. അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ പുതിയ പുതിയ ക്ലാസ്സുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ വെച്ച് നിങ്ങൾക്ക് ഒരു ടെൻഷനോ സംശയമോ ഒന്നും ഉണ്ടാവരുത്. മുന്നോട്ടുള്ള ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന എല്ലാ സംശയങ്ങളും മാറിക്കോളും. ആ രീതിയിലാണ് നമ്മൾ ഓരോ ക്ലാസ്സും അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാറുള്ളത്. ഓക്കെ, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആരംഭിക്കുന്ന ബാച്ച് കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യാണ്. നമ്മൾ LDC മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു 50 ഡേയ്സ് ബാച്ച് കോഴ്സ് അൺഅക്കാഡമിയിലെ ടോപ്പ് 12 എഡ്യൂക്കേറ്റേഴ്സിനെ ഉൾപ്പെടുത്തി സിലബസ് പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിൽ ലോഞ്ച് ചെയ്യുകയാണ്. അതായത് ഇനി വരുന്ന 50 ദിവസങ്ങളിൽ ഫുൾ ഡേ ലൈവ് ക്ലാസ്സുകൾ, ഫുൾ ടൈം ക്ലാസ്സുകളാണ് ഈ ഓരോ അധ്യാപകരുടെയും. അപ്പോൾ നമുക്ക് മിസ്സാവുന്ന ക്ലാസ്സുകൾ എത്ര തവണ വേണമെങ്കിലും പിന്നീട് പ്ലേ ചെയ്ത് പഠിക്കാം. പഠിക്കുന്ന പോർഷൻസിനെ ബേസ് ചെയ്ത് ഡൗട്ട് ക്ലിയർ സെക്ഷൻസും റിവിഷൻസും ഒപ്പം തന്നെ മോക്ക് ടെസ്റ്റുകളും ഉണ്ടാകും. അതേപോലെ എല്ലാ ക്ലാസ്സുകളുടെയും PDF നോട്ട്സും അവൈലബിൾ ആണ്. അപ്പോൾ LDC പ്രിപ്പറേഷൻ ഏറ്റവും അവസാന ഘട്ടത്തിൽ നന്നായിട്ട് കൊണ്ടുപോകാൻ ഈ ഒരു കോഴ്സ് സഹായിക്കും. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ചേർന്ന് പഠിക്കുക. അതേപോലെ LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയും നമ്മളൊരു 55 ഡേയ്സ് ബാച്ച് കോഴ്സ് ലോഞ്ച് ചെയ്യുകയാണ്. അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിനെ ഉൾപ്പെടുത്തി 55 ദിവസം കൊണ്ട് LGS സിലബസ് പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കോഴ്സാണ്. അപ്പോൾ ഈ 2 കോഴ്സുകളും ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നോക്കാം, ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ്. അതിൽ ഏറ്റവും മോശം രാജ്യങ്ങളുടെ പട്ടികയിൽ 7ാം സ്ഥാനത്താണ് ഇന്ത്യ. ശ്രദ്ധിച്ചോണം, ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സിൽ, ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സിൽ എത്രാം സ്ഥാനത്താണ്? 7ാം സ്ഥാനത്താണ് ഇന്ത്യ. 7ാം സ്ഥാനത്താണ് ഇന്ത്യ. മൊസാംബിക് എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യമാണ് ഏറ്റവും മോശം കാലാവസ്ഥ ഇൻഡെക്സ് ഉള്ളത്. അപ്പൊ ശ്രദ്ധിച്ചോണം, ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സിൽ, ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സിൽ 2021 ശ്രദ്ധിച്ചോണം, നമ്മൾ ഈ പഠിക്കുന്ന മുഴുവൻ 2021 2021 ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? 7ാം സ്ഥാനത്ത് ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സിൽ. ഓർത്തിരിക്കുക എളുപ്പമാണല്ലോ, 7. കാരണം ലോകരാജ്യങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ 7 അല്ലയോ. അപ്പൊ അത് വെച്ചിട്ട് ഓർക്കുക, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? 1ാം സ്ഥാനത്ത് ഏത് രാജ്യമാണ്? മൊസാംബിക് ആണ്. ഏറ്റവും മോശമായിട്ടുള്ള ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സിൽ ഏതാണ്? മൊസാംബിക്. അത് ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. ക്ലിയർ ആയല്ലോ. ഇനി രണ്ടാമത്തത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഇൻഡെക്സ്. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഇൻഡെക്സ്. സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഇൻഡെക്സിൽ ഇന്ത്യ 20ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് അമേരിക്കയാണ്. ശ്രദ്ധിച്ചോണം, അത് പോസിറ്റീവ് ആയിട്ടുള്ള റാങ്കിങ് ആണ്. റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് അമേരിക്കയാണ്. ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? 20ാം സ്ഥാനത്ത്. അപ്പൊ 7, 20 രണ്ടും കിട്ടിയല്ലോ. ഒന്ന് എന്താണ്? ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ്, ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് അതിൽ 7. 2 ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഇൻഡെക്സ്, ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഇൻഡെക്സ് അതിൽ എത്ര സ്ഥാനത്താണ്? 20ാം സ്ഥാനത്താണ്. കിട്ടിയല്ലോ. ഇനി മൂന്നാമത്തത് വേൾഡ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ്. വേൾഡ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ്. രാജ്യങ്ങൾക്കിടയിൽ കോമ്പറ്റീറ്റീവ് ഇൻഡെക്സിൽ ഇന്ത്യ 43ാം സ്ഥാനത്താണ്. അതിൽ 1ാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡ് ആണ്. അപ്പോൾ 7, 20, 43 ഓരോ റാങ്കിങ്ങുകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചോണം. ക്ലൈമറ്റ് റിസ്ക്, സ്റ്റാർട്ടപ്പ്
എക്കോസിസ്റ്റം, അതേപോലെ കോമ്പറ്റീറ്റീവ്നെസ്. അപ്പൊ ശ്രദ്ധിച്ചോണം, വേൾഡ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സിൽ ഇന്ത്യ എത്ര സ്ഥാനത്താണ്? 43-ാം സ്ഥാനത്ത്. ഇന്ത്യ എത്ര സ്ഥാനത്താണ്? 43-ാം സ്ഥാനത്ത്. ഒന്നാം സ്ഥാനത്ത് ഏത് രാജ്യമാണ്? സ്വിറ്റ്സർലൻഡ്. ഒന്നാം സ്ഥാനത്ത് ഏത് രാജ്യമാണ്? സ്വിറ്റ്സർലൻഡ്. കിട്ടിയല്ലോ. അപ്പൊ 3 ഇനി നാലാമത്തത് ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ്. ആധുനിക ആശയങ്ങളൊക്കെയാണ്. ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യ 46-ാം സ്ഥാനത്ത്. അപ്പൊ 7, 20, 43, 46, 46-ാം സ്ഥാനത്ത്. അവിടെയും ഒന്നാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡ് ആണ്. അവിടെ ഒന്നാം സ്ഥാനത്ത് ആരാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. അപ്പോൾ കോമ്പറ്റേറ്റീവ് ഇൻഡെക്സിലും ഇന്നവേഷൻ ഇൻഡെക്സിലും ഒന്നാം സ്ഥാനത്ത് ഏത് രാജ്യമാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. ഇന്ത്യ 43, 46 പൊസിഷൻസ് ആണ്. ദെൻ ഗ്ലോബൽ സ്കിൽ റിപ്പോർട്ട്. ഗ്ലോബൽ സ്കിൽ റിപ്പോർട്ടിൽ ഇന്ത്യ 67-ാം സ്ഥാനത്താണ്. അവിടെയും ഒന്നാം സ്ഥാനത്ത് ആരാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. ഓർത്തിരിക്കുക എളുപ്പമാണ്. മിക്കവാറും റാങ്കിങ്ങിലൊക്കെ ഇൻഡെക്സിലൊക്കെ ഒന്നിൽ മുന്നിൽ വരുന്നത് ഏതെങ്കിലും ഒരു ലാൻഡ് ആയിരിക്കും. സ്വിറ്റ്സർലൻഡ്, ന്യൂസിലാൻഡ്, ഫിൻലാൻഡ് ഒക്കെയാണ്. ആകെപ്പാടെ ഇവിടെ മാത്രമാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത്. അപ്പൊ ശ്രദ്ധിച്ചോണം, ഗ്ലോബൽ സ്കിൽ റിപ്പോർട്ടിൽ 67-ാം സ്ഥാനത്താണ് ഇന്ത്യ. സ്വിറ്റ്സർലൻഡ് ആണ് ഒന്നാം സ്ഥാനത്ത്. ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. സുസ്ഥിര വികസന പട്ടികയിൽ 120-ാം സ്ഥാനത്താണ് ഇന്ത്യ. അപ്പോൾ 43 കഴിഞ്ഞ് 46-ആയി, 67-ആയി. പിന്നീട് എങ്ങോട്ട് പോയി? 120-ാം സ്ഥാനത്തേക്ക് പോയി. ഫിൻലാൻഡ് ആണ് അവിടെ ഒന്നാം സ്ഥാനം. ശ്രദ്ധിച്ചോണം. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ എത്ര സ്ഥാനത്താണ് ഇന്ത്യ? 120-ാം സ്ഥാനത്ത്. എത്ര സ്ഥാനത്താണ് ഇന്ത്യ? 120-ാം സ്ഥാനത്ത്. ഒന്നാം സ്ഥാനത്താരാണ്? ഫിൻലൻഡ്. ഒന്നാം സ്ഥാനത്താരാണ്? ഫിൻലൻഡ്. കിട്ടിയാൽ ഒന്നാം സ്ഥാനത്താരാണ്? ഫിൻലൻഡ് ആണ്. അപ്പോൾ പഠിക്കുക, ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ്. ഇന്ത്യ എത്ര സ്ഥാനത്താണ്? 7-ാം സ്ഥാനത്ത്. ഒന്നാം സ്ഥാനത്താരാണ്? മൊസാംബിക് ആണ്. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഇൻഡെക്സിൽ ഇന്ത്യ 20-ാം സ്ഥാനത്താണ്. ഒന്നാം സ്ഥാനത്താരാണ്? അമേരിക്ക. അതേപോലെ വേൾഡ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സിൽ 43-ാം സ്ഥാനത്താണ് ഇന്ത്യ. ഒന്നാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡ് ആണ്. ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സിൽ 46-ാം സ്ഥാനം. അവിടെയും ഒന്ന് സ്വിറ്റ്സർലൻഡ് ആണ്. ഗ്ലോബൽ സ്കിൽ റിപ്പോർട്ടിൽ 67-ാം സ്ഥാനം. അവിടെയും ഒന്നാം സ്ഥാനത്താരാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. ദെൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യ 120-ാം സ്ഥാനത്ത്. അവിടെ ഒന്നാം സ്ഥാനത്താരാണ്? ഫിൻലാൻഡ് ആണ്. കിട്ടിയല്ലോ. ഫിൻലാൻഡ് ആണ് അവിടെ ഒന്നാം സ്ഥാനത്തുള്ളത്. ദെൻ വേൾഡ് എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് സാമ്പത്തിക സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ടാണ്. എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ 121-ാം സ്ഥാനത്താണ്. നമ്പർ ഓർത്തിരിക്കല്ലേ? അപ്പൊ 120, 121. എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ എത്ര സ്ഥാനത്താണ്? 121-ാം സ്ഥാനത്താണ്. ഒന്നാം സ്ഥാനത്ത് സിംഗപ്പൂർ ആണ്. നമ്മൾ നേരത്തെ പഠിച്ച ഓർമ്മയുണ്ട്. നമുക്കറിയാം, അന്താരാഷ്ട്ര സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ആണ്. എന്നാൽ അന്താരാഷ്ട്ര സാമ്പത്തിക ഫോറത്തിന്റെ പ്രത്യേക സമ്മേളനത്തിന് 2021 ഏത് രാജ്യമാണ് ആതിഥ്യത്വം വഹിച്ചത്? സിംഗപ്പൂർ ആണ്. അതിൽ റീസൺ പിടിയിട്ടല്ലോ. എന്താണ്? വേൾഡ് എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ 2021 ഒന്നാം സ്ഥാനത്ത് എത്തിയ ആരായിരുന്നു? സിംഗപ്പൂർ ആണ്. ഇന്ത്യ എത്ര സ്ഥാനത്താണ്? 121. നമ്പർ ഓർത്തിരിക്കുക എളുപ്പമാണ്. ദെൻ ഗ്ലോബൽ പീസ് ഇൻഡെക്സ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ആഗോള സമാധാന പട്ടികയിൽ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 135-ാം സ്ഥാനത്ത്. ഒന്നാം സ്ഥാനത്ത് ഐസ്ലൻഡ് ആണ്. അപ്പോൾ ഓർത്തോണം, ഇമ്പോർട്ടന്റ് ആണ്. ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ 135-ാം സ്ഥാനത്താണ് ഇന്ത്യ. ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ എത്ര സ്ഥാനത്താണ്? 135-ാം സ്ഥാനത്ത്. ഒന്നാം സ്ഥാനത്ത് ആരാണ്? ഐസ്ലൻഡ്. കിട്ടിയല്ലോ. ആരാണ്? ഐസ്ലൻഡ്. ദെൻ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യ 139-ാം സ്ഥാനത്താണ്. നമുക്കറിയാം, എപ്പോഴും ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തെ രാജ്യം ഏതാണ്? ഫിൻലാൻഡ് ആണ്. ഹാപ്പിനെസ് ഇൻഡെക്സിൽ എല്ലായ്പ്പോഴും ഒന്നാം സ്ഥാനത്ത് ആരാണ്? ഫിൻലാൻഡ് ആണ്. അപ്പോൾ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 2021 ഇന്ത്യ എത്ര സ്ഥാനത്താണ്? 139-ാം സ്ഥാനത്താണ്. 2021 ഇന്ത്യ എത്ര സ്ഥാനത്താണ്? 139-ാം സ്ഥാനത്ത്. അവിടെ ഒന്നാം സ്ഥാനത്ത് ആരാണ്? ഫിൻലാൻഡ് ആണ്. കിട്ടിയല്ലോ. ദെൻ വേൾഡ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ 140-ാം സ്ഥാനത്താണ് ഇന്ത്യ. ഒന്നാം സ്ഥാനത്ത് ഐസ്ലൻഡ് ആണ്. അപ്പോൾ രണ്ടാമത്തെ ഫേസിൽ പറഞ്ഞ 5 ശ്രദ്ധിച്ചോണം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 120-ാം സ്ഥാനത്ത്. 120 അത് ഫിൻലാൻഡ് ആണ്. ദെൻ വേൾഡ് എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ 121-ാം സ്ഥാനത്ത്. 121-ാം സ്ഥാനത്ത്. ഒന്നാം സ്ഥാനത്താണ് സിംഗപ്പൂർ ആണ്. ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 135. ഐസ്ലൻഡ് ആണ് ഒന്നാം സ്ഥാനത്ത്. ദെൻ ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സ്, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 139-ാം സ്ഥാനത്താണ്. ഒന്നാം സ്ഥാനത്താരാണ്? ഫിൻലൻഡും. ദെൻ വേൾഡ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 140-ാം സ്ഥാനത്ത്. ഒന്നാം സ്ഥാനത്താരാണ്? ഐസ്ലൻഡ്. അപ്പോൾ ഈ 10 ഓർഡർ തന്നെ പഠിക്കണം. ഫസ്റ്റ് ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സിൽ 7, സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ 20, കോമ്പറ്റീറ്റീവ് ഇൻഡെക്സിൽ 43,
ഇന്നവേഷൻ ഇൻഡെക്സിൽ 46, സ്കിൽ റിപ്പോർട്ടിൽ 67, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ 120, വേൾഡ് എക്കണോമിക് ഫ്രീഡത്തിൽ 121, ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ 135, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 139, ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ 140. ഇത് ഓർഡറിൽ തന്നെ പഠിച്ചെടുത്ത മക്കളെ. ഇവിടുന്നാണ് ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ളത്. ഇനി ചില ഏജൻസികളൊക്കെ നടത്തിയ സർവേയിൽ ഇന്ത്യ എത്രാം സ്ഥാനത്ത് എത്തി എന്നൊക്കെ പറഞ്ഞ് വളരെ റെയറായിട്ട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ് തന്നെ പഠിക്കുന്നതായിരിക്കും. മനസ്സിലായല്ലോ? ഇത് പഠിച്ചാൽ ബേസ് ആയി പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ തന്നെ ക്വസ്റ്റ്യൻ കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് കുറച്ച് റെയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ എടുത്ത് പഠിക്കാം. അത് ഏറ്റവും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാനാണ്. സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം തീർച്ചയായിട്ടും കമന്റ് ബോക്സ് രേഖപ്പെടുത്തണം. നിങ്ങളുടെ സപ്പോർട്ടാണ് മുന്നോട്ട് ഏറ്റവും വേഗത്തിൽ ഓരോ ക്ലാസ്സുകളും ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക്